വലിയ പ്രതിഷേധങ്ങൾ വരും. ഒരു MLA ആയി, ഒരു പാർട്ടിയുടെ ഭാഗമല്ലാത്ത MLA രീതിയിൽ രാഹുലിന് എങ്ങനെ മുന്നോട്ട് പോകാനാവും, എങ്ങനെ നിയമസഭാ നടപടികൾ മുന്നോട്ട് പോകാനാവും, എങ്ങനെ സ്വന്തം മണ്ഡലത്തിലെത്താനാവും, അത് അവശേഷിക്കുന്ന കോൺഗ്രസിൻ്റെ സാധ്യതകൾ തന്നെ ഇല്ലാതാക്കില്ലേ? അങ്ങനെ വലിയ പ്രതിസന്ധി ഉയർത്തുന്ന ചോദ്യങ്ങൾ അവർക്ക് മുന്നിൽ നിരവധിയുണ്ട് എന്നതുകൂടി നമുക്ക് മുന്നിലുണ്ട്. അല്പസമയത്തുള്ളിൽ നമുക്ക് MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണവും പ്രതീക്ഷിക്കുന്നു. യെസ്, അദ്ദേഹത്തിൻ്റെ വാക്ക്. അവർക്ക് രാഹുൽ മാക്കൂട്ടത്തെ MLA ആക്കി നിർത്തി. ഇനി ഇവർ പറയുന്നത് പോലെ മാക്കൂട്ടം കേൾക്കുന്നില്ലെങ്കിൽ മാക്കൂട്ടത്തിനെ MLA ആയിട്ടൊന്നും പ്രവർത്തിക്കാൻ കേരളത്തിൽ സാധിക്കുമെന്ന ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത്. പക്ഷേ CPM-ന്റെ രാജി ആവശ്യത്തിന് വലിയ ആത്മാർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം സാധാരണ രീതിയിൽ ഇത്തരം വിഷയങ്ങളിൽ CPM ഇങ്ങനെയല്ല രാജി ആവശ്യപ്പെടുന്നത്. കുട്ടിക്കെതിരെ ഉയർന്ന ആരോപണ സമയത്തൊക്കെ ഞങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആത്മാഭിമാന സദസ് ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ ജില്ലകളിലാകെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നടക്കാൻ പോവാണ്. അവിടെ സമാധാനം ഇവിടെ ആക്രമണം നടത്തുന്ന ഒരു കാര്യം ഞങ്ങൾക്കില്ല. നിങ്ങൾക്കിത് മനസ്സിലാവേണ്ടത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഇത്ര ജീർണമായ ഒരു അധ്യായം ഇന്നേ വരെ ആ കോൺഗ്രസ് രൂപം കണ്ടതിന് ശേഷം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തെപ്പറ്റി താരതമ്യം ചെയ്യേണ്ട. താരതമ്യം ചെയ്യാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാകുന്നത് ചില ആളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സംരക്ഷിക്കാൻ പുറപ്പെടേണ്ട. നിങ്ങൾ മാധ്യമങ്ങൾക്കൊന്നും ഇതൊന്നും സംരക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ ആര് വിചാരിച്ചാലും സംരക്ഷിക്കാൻ പറ്റില്ല. ചില ആളുകൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ അവർക്കൊന്നും സാധിച്ചിട്ടില്ല. ഇനിയോട്ട് സാധിക്കുകയും ചെയ്യില്ല. ഇത് പെരുമഴ പോലെ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ ആരുടേതൊക്കെ വരുമെന്ന് കാത്തിരുന്ന് കാണാം. ജീർണമായിരിക്കുകയാണ്. എന്തിനാ ആരാ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ ഏത് ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറാണ്? എന്തൊരു BJP വിരുദ്ധ നിലപാടാണ്. BJP MP-യെയും MLA-യും സൃഷ്ടിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. കേരളത്തിൽ കോൺഗ്രസ് പറഞ്ഞ മനസ്സിലായോ? എന്താ ഒന്നുകൂടി പറയാം. MLA-യും MP-യെയും കേരളത്തിൽ സൃഷ്ടിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിനാണിപ്പോൾ ഭീതി. കാരണം ഭയാണ്. ഇവർ ഓരോരുത്തരെ പറ്റിയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നും പുറത്തു വരും. അത് ഭയപ്പെട്ടില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ രാഹുൽ മാക്കൂട്ടത്തിന് ഇതെല്ലാം അറിയാം. അല്ലാതെ തെരഞ്ഞെടുപ്പ് ഭയന്നിട്ടല്ല എന്ത് തെരഞ്ഞെടുപ്പ്? അതിനും വെറുതെ പറയുന്നത്. CPM-ന് ഭയമുണ്ട്. ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. CPM സജ്ജമാണ്. ഏത് തെരഞ്ഞെടുപ്പിനും സജ്ജമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ ഞങ്ങൾ തയ്യാറാണ്. അസംബ്ലി ഇലക്ഷൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിനും തയ്യാറാണ്. ഞങ്ങൾക്ക് എന്താ ഭയം? ഞങ്ങളുടെ സംഘടനാ സംവിധാനം മുഴുവൻ സന്നദ്ധമാണ്. രാജി തന്നെ വെക്കണം എന്നുള്ളതാണ്. ഉറപ്പായിട്ട് വെക്കണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെയാണ് CPI. സസ്പെൻഷൻ ചെയ്തിരിക്കുകയാണ്. അടുത്ത നിയമസഭാ കാലയളവിൽ രാഹുൽ മുൻകൂട്ടി കാണത്തില്ല. ഇപ്പൊ മണ്ഡലത്തിലുമില്ല. അപ്പൊ ജനങ്ങളുടെ ഒരു വികാരം ഏറ്റെടുത്ത് ഇത് രാജിവെക്കണം തന്നെയാണ് ഇപ്പൊ CPM-ന്റെ. ഞാൻ ആദ്യം മുതലേ പറഞ്ഞല്ലോ, ഒരു ഘട്ടത്തിൽ പറഞ്ഞു കോൺഗ്രസ് തീരുമാനിക്കട്ടെ, പിന്നെ പറഞ്ഞു ജനങ്ങളുടെ വികാരമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ രാജിവെക്കണം. സാധാരണ CPM രീതി രാജിവരെ പ്രക്ഷോഭം നിങ്ങളുടെ തീരുമാനമല്ല, ഞങ്ങളുടെ തീരുമാനം. നിങ്ങൾ കുറെ കൊല്ലായി പറഞ്ഞ് നടക്കാൻ തുടങ്ങി. CPM എന്ത് നിലപാടാ സ്വീകരിക്കേണ്ടത്? CPM-ന് നല്ല ധാരണയുണ്ട്. നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നത് പോലെ CPM-നെ ഏതെങ്കിലും രീതിയിൽ പ്രതികൂട്ടിലാക്കാൻ, പിന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ കാര്യങ്ങൾ കഴിയാൻ അപവാദ പ്രചരണം നടത്താൻ, ഇതെല്ലാം നിങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾ ഇതിനൊന്നും ഒരു തരത്തിലും ഭീഷണപരമായ ഒരു അവസ്ഥയെ കാണുന്നില്ല. ഞങ്ങൾ അജണ്ട വെച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങളുടെ അജണ്ട വെച്ച് ഞങ്ങളില്ല. രാഹുൽ രാജിവെക്കുന്നതാണോ MLA തുടർന്നാണോ CPM-ന് ഗുണം ചെയ്യുന്നത്? ഞങ്ങൾക്ക് എന്താ കാര്യം? ഇവന്റെ ഈ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതക്ക് ജനങ്ങളുടെ ഭാഗത്ത് വന്ന ഈ പ്രതികരണത്തിന് ഞങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് മറുപടി പറയേണ്ട കാര്യം? ഇപ്പൊ അവസാനം പ്രതി ഞങ്ങളായോ? പറഞ്ഞ് ഞങ്ങളെ പ്രതിയാക്കും. അതാ നിങ്ങളുടെ ഏർപ്പാട് എങ്ങനെയാ? രാജിവെക്കുന്നതാണോ രാഹുൽ MLA തുടർന്നാണോ CPM രാഷ്ട്രീയമായ ഗുണം? ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ഗുണവും ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. കോൺഗ്രസിന്റെ ജീർണമായ മുഖം ഇനി രാജിവെച്ചാലും രാജിവെച്ചില്ലെങ്കിലും സസ്പെൻഷൻ ആയാലും സസ്പെൻഷൻ ആയിട്ടില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട്. വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് ഉൾപ്പെടെ. സെപ്റ്റംബർ 15-ന് നിയമസഭാ സമ്മേളനം നടക്കുകയാണല്ലോ. അപ്പോൾ രാഹുൽ അങ്ങനെയാണ് ഈ രാജിവെക്കാതെ നിയമസഭയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക് കാണാം. അതല്ല നമുക്ക് അന്നേരം കാണാം. യെസ്, CPM-ന്റെ പ്രതികരണമാണ്. രാജി ആവശ്യത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുക എന്നതാണ് CPM-ന്റെ നിലപാട്. ഇതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കുന്ന കാര്യം. ഇതാണ് വലിയ പ്രക്ഷോഭ പരിപാടികളുമായി CPM-ഉം മുന്നോട്ടാണ്.